ഈ ചെറിയവനിൽ ഒരുവനെ പോലും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ അവരുടെ ദൂതന്മാർ എന്റെ സ്വർഗസ്വനായ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടാണ് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുപോലെ അത്രയേറെ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. ഈ സമൂഹത്തിലെ ഏറ്റവും അധകൃതരെന്നും ആദിവാസികളെന്നും ഒക്കെ മനുഷ്യൻ കരുതുകയും വിളിക്കുകയും ചെയ്യുന്ന മനുഷ്യനെയെല്ലാം ദൈവം ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്. അതിനാലാണ് ഏതൊരു പാവപ്പെട്ടവനും ഏതൊരു അധികൃതരായ ആളുകൾക്കും ഏതൊരു ആദിവാസികൾക്കും ഒരേ സമതുല്യമായ രക്ഷയുണ്ട്. അവന്റെ ജീവനും ഈ ലോകത്തിലെ ഏറ്റവും ഉന്നത കോടീശ്വരനായ എലോൺ മസ്ക് അദ്ദേഹത്തിന്റെ ജീവനും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആത്മാവും ഇവിടെ അതല്ലെങ്കിൽ ഭാരതത്തിന്റെ മുകേഷ് അംബാനിയുടെയോ അദാനിയുടെയോ പോലെയുള്ള ഉന്നതരായ ആളുകളുടെ ഉള്ളിലുള്ള ജീവനും അവരുടെ ഉള്ളിലുള്ള ആത്മാവും അതേ ജീവനും അതേ ആത്മാവുമാണ് സമൂഹത്തിലെ ഏറ്റവും ബലഹീനരായ അധകൃതരായി കണക്കാക്കുന്ന ആദിവാസികൾ എന്നൊക്കെ പറയുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ ആത്മാവും ഒരേ ആത്മാവാണ്, ഒരേ ജീവനാണ്. അതിനാൽ തന്നെ ക്രിസ്തു പഠിപ്പിച്ചു, ഏതൊരു മനുഷ്യന്റെയും മുഖത്ത് ദൈവത്തെ കാണാനുള്ള കാഴ്ചപ്പാട്, മനുഷ്യന്റെ മുഖത്ത് ദൈവത്തെ ദർശിക്കാനുള്ള കാഴ്ചപ്പാടാണ് ഉന്നതമായ ജ്ഞാനം, ഉന്നതമായ അറിവ്. ഏതൊരു മനുഷ്യനിലും ദൈവത്തെ ദർശിക്കുക. കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അതുകൊണ്ടാണ് ഈ ഭാരതത്തിന്റെ ബഹുമതിക്കർഹയായ മദർ തെരേസ കാവച്ചാലിലെ ഓടയിൽ ഉപേക്ഷിക്കപ്പെട്ട രോഗികളായ പുഴുവരിക്കുന്നവരെയെല്ലാം തന്റെ കൈകൊണ്ട് എടുത്ത് ശുശ്രൂഷിക്കാൻ ഈ മദർ തെരേസയെ പ്രേരിപ്പിച്ചത് അവരുടെ മുഖത്ത് ദൈവത്തെ കാണുന്നത് കൊണ്ടാണ്, ദൈവത്തെ കാണാൻ കഴിയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ മനുഷ്യരും നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മുടെ പ്രിയപ്പെട്ടവരുമാണ്. നമുക്ക് വെറുക്കാനായിട്ടോ നമുക്ക് വേണ്ടാത്തവരായിട്ടോ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, മറിച്ച് നമുക്ക് വേണ്ടിയാണ് എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഞങ്ങളെ കേൾക്കുകയും ഞങ്ങളെ ശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാ മനുഷ്യ